മണ്ട കമൻറ്റ് ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയി പറഞ്ഞിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അതായത് മണ്ട കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരുന്ന കമൻസിൽ 10 കമൻസ് എല്ലാ തിങ്കളാഴ്ചയും വായിച്ചിട്ട് അതിന് റിപ്ലൈ വീഡിയോയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് മണ്ട കമൻറ്റ് ബോക്സ് എന്നുള്ള വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 കമൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് ഞാൻ തന്നെ എന്ന ചാനലിൻ്റെയാണ്. എല്ലാ സബ് പേപ്പർ അടിക്കുന്ന സൗണ്ട് ഉണ്ടാവുമോ? അതായത് എല്ലാ സബ് പേപ്പർ അടിക്കുന്ന സൗണ്ട് ഉണ്ടാവുമോ? അതായത് എല്ലാ സബിൽ നിന്നും ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാ സബിൽ നിന്നല്ല, ഒരു സബിൽ നിന്ന് പോലും പേപ്പർ അടിക്കുന്ന സൗണ്ട് ഉണ്ടാവില്ല. അത് അടിക്കുന്ന സൗണ്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് അവിടെ ചെയ്തിട്ടുണ്ടാവും. ബോക്സിലോ വൂഫറിലോ വയറിങ്ങിലോ ആംപ്ലിഫയറിലോ എന്തോ ഒരു കാര്യത്തിൽ ഒരു ഫോൾട്ട് ഉണ്ടാവും. അത് കാരണം കൊണ്ട് പേപ്പർ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അതെന്തോ ഒന്നും മാച്ച് ആയില്ലെങ്കിൽ പേപ്പർ അടിക്കും. പേപ്പർ അടിക്കുന്നതാവാം, ആംപ്ലിഫയർ താങ്ങാത്തതാവാം, എന്തോ ആവാം, ബോക്സ് ഇലയ്ക്കുന്നതാവാം. അപ്പോൾ എന്താണെന്നുള്ളത് അവിടുത്തെ കുഴപ്പം തന്നെയാണ്, അല്ലാതെ സബിൻ്റെ കുഴപ്പമില്ല. അടുത്ത കമൻറ്റ് വിഷ്ണു വിഷ്ണു എന്ന ആളുടെയാണ്. വോളിയം കൺട്രോൾ വെച്ച് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളെ സബിൻ്റെ പ്രീ ബോർഡിൻ്റെ ആ വീഡിയോയിൽ വന്നാണ്. അപ്പോൾ അതിനകത്ത് ഈ കൺട്രോൾസ് ഇല്ല, ആ പ്രീസെറ്റിന് പകരം നമുക്ക് വോളിയം കൺട്രോൾ വെക്കാം. അതല്ലാതെ ഉള്ള സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയണമെങ്കിൽ നമുക്ക് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ, ഏത് റെസിസ്റ്ററിന് പകരമാണോ നിങ്ങൾ പ്രീസെറ്റ് വെക്കാൻ, അതായത് വോളിയം കൺട്രോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വാല്യൂ മാറുമോ, ഏത് തരത്തിൽ ഫ്രീക്വൻസി മാറുന്നു നിങ്ങൾക്ക് മനസ്സിലാവണം. പക്ഷേ വോളിയം കൺട്രോൾ വെക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആ പ്രീസെറ്റിന് പകരം നിങ്ങൾക്ക് വെക്കാം. അല്ലാത്ത വെക്കുന്നത് നിങ്ങളെ ആ ഒരു സർക്യൂട്ട് ഐഡി വെച്ചിട്ട് തന്നെ ചെയ്യണം. അടുത്ത അവൻ്റെ എൽജിൻ ബി എന്നാളുടെയാണ്. ഇത് എന്താണെന്നോ ഇത് എന്തിന് ഉപയോഗിക്കുന്നത് എന്നുകൂടി പറയാമായിരുന്നു. ഇത് അറിയാത്ത ചിലരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? നമ്മളെ ആ ക്രോസ് ഓവർ, നമ്മളെ PA സിസ്റ്റത്തിൽ വരുന്ന ക്രോസ് ഓവർ അത്. അപ്പോൾ ഇത് ഒരു വലിയ ബോക്സിൽ 2 സ്പീക്കർ, അതായത് 2 15 ഇഞ്ച് സ്പീക്കേഴ്സും ഒരു HF ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ബോക്സിലേക്ക് നെറ്റ്വർക്ക് ക്രോസ് ഓവർ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് സർവീസ് ചെയ്യുന്നതും ഇതിൻ്റെ ആ ലാമ്പ് എന്തിനുള്ളതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തത്. അപ്പോൾ അതിൽ ഇത് എന്താണ്, ഏത് ബോക്സിലാണ് അത് വരുന്നത്, ഈ ടൈപ്പ് എങ്ങനെയാണ് കിട്ടുക, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നമ്മളെ ഈ കല്യാണ വീടുകളിൽ, നമ്മളെ അമ്പലപ്പറമ്പിൽ, ഈ സ്റ്റേജുകളിൽ, ഓർക്കസ്ട്ര, നമ്മൾ ഗാനമേളൊക്കെ നടത്തുന്ന സ്റ്റേജുകളിൽ അതിലൊക്കെ ഇടുന്ന ബോക്സിനകത്ത് ഇതുപോലുള്ള ബോർഡുകളുണ്ടാവും. പല ടൈപ്പ്, പല സൈസിൽ, പല തരത്തിലുള്ള ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ബോർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നെറ്റ്വർക്ക് ക്രോസ് ഓവർ, നമ്മൾ സ്പീക്കർ ക്രോസ് ഓവറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മളെ സ്വീറ്ററിൻ്റെ മറ്റ് സിപ്പിൻ്റെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പിൽ നല്ല ഹെവി പവർഫുൾ സ്പീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് സ്പീക്കർ ക്രോസ് ഓവർ അത്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആക്കാം. അതായത് ചെറിയ ക്രോസ് ഓവറും വലിയ ക്രോസ് ഓവർ എന്താണെന്നും ക്രോസ് ഓവർ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള അറിയണ്ടായി. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതാക്കാം. അടുത്ത അവൻ്റെ ജയചന്ദ്രൻ ഗോപിനാഥ് നായർ എന്ന ആളുടെയാണ്. ഒരു പവർ ആംപ്ലിഫയറിൽ ബക്ക് ബൂസ്റ്റർ യൂസ് ചെയ്യാമോ? പവർ ആംപ്ലിഫയറിൽ ബക്ക് ബൂസ്റ്റർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. കാരണം നമ്മൾ വേണ്ട സപ്ലൈകൾ ഉണ്ടാക്കി അത് കറക്റ്റാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഇതുവരെ അസംബിൾ ചെയ്തിട്ടുള്ളത്. ബക്ക് ബൂസ്റ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക വോൾട്ടേജ് വേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ചെറിയൊരു ബക്ക് ബൂസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇത് ചെറിയ വോൾട്ടിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക വോൾട്ടേജ് നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്തില്ല. അത് നമുക്ക് അങ്ങനെ അവിടെ ഉള്ള സപ്ലൈയിൽ നിന്ന് എടുക്കാൻ നമുക്ക് ഇതുപോലുള്ള കൺവേർട്ടർ വെക്കാം. റെഗുലേറ്റർ AC പറ്റാത്ത തരത്തിലുള്ള ഒരു തരം റെഗുലേഷൻ ഈ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ കിട്ടും. വളരെ കറക്റ്റായിരിക്കും, നല്ല പെർഫോമൻസ് ഉണ്ടാവും, നല്ല സപ്ലൈ ആയിരിക്കും. ആംപ്ലിഫയറിന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ലാത്തതുകൊണ്ടും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അഭിപ്രായങ്ങൾ അറിയിക്കാം. അടുത്ത അവൻ്റെ ഷനോജ് MN എന്നാളുടെയാണ്. ചേട്ടാ, മൾട്ടിവുഡ് ഉപയോഗിച്ച് ബോക്സ് അടിക്കാൻ പറ്റുമോ? പിന്നെന്താ, മൾട്ടിവുഡ് ഉപയോഗിക്കാം, HDF ഉപയോഗിക്കാം, MDF ഉപയോഗിക്കാം, പ്ലൈവുഡ് ഉപയോഗിക്കാം, പലക ഉപയോഗിക്കാം, മറ്റേന്ത് ഡ്രം ഉപയോഗിക്കാം. ഈ ബോക്സ് അടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട എയർ വോളി അതിൽ കൊള്ളിക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നർ ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ, അത് സബ് വൂഫറിൻ്റെ ആണെന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ സൂപ്പർ വർക്കിംഗ് ആയിരിക്കും. നമുക്ക് മറ്റേ ചാനൽ ബോക്സുകളൊക്കെ ആണെങ്കിൽ അത്രയൊന്നും ഡെൻസിറ്റി ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു നോർമൽ MDF, ഒരു 12 mm ടൈപ്പ് MDF ആയാലും മതി. മൾട്ടിവുഡ് വെച്ചൊക്കെ ചെയ്യാം. എത്രയോ ബോക്സുകൾ ഞാൻ മൾട്ടിവുഡ് വെച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരു ഉറപ്പില്ല, നല്ല സൂപ്പറാണ്. അടുത്ത കമൻറ്റ് OGFF അങ്ങനെ വായിക്കുന്നു. ബ്രോ, ഈ സർക്യൂട്ട് മോണോ അല്ലേ? അതിപ്പോൾ എങ്ങനെയാണ് ബ്ലൂടൂത്ത് പാനലിൽ ഉള്ള സ്റ്റീരിയോ ഔട്ട്പുട്ട് കൊടുക്കുക? എങ്ങനെയാണ് ന്യൂ സർക്യൂട്ട് ഉണ്ടാക്കുക? ബഫർ ആമ്പിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ, എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. ബഫർ ആമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളത് മോണോ സർക്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീരിയോ 2 ചാനലാണ് നിങ്ങളെ ആംപ്ലിഫയർ ഉള്ളതെങ്കിൽ അത് 2 എണ്ണം ഉണ്ടാക്കണം. 6 ചാനലിൽ നിങ്ങൾക്ക് ബഫർ ആവശ്യമുണ്ടെങ്കിൽ 6 ചാനൽ ഉണ്ടാക്കണം. 7.1 8 ചാനലാണെങ്കിൽ 8 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ അത് അത്രയും ചാനൽ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാത്തിനും നമ്മൾ ഓരോ സർക്യൂട്ടും കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഒന്നായിട്ട് കണക്ട് ചെയ്യല്ല. നമ്മളതിനൊരു പവർ റെയിൽ ഉണ്ടാക്കി അതിലൂടെ ഈ സർക്യൂട്ടിന് സിഗ്നൽ പാത്ത് ഉണ്ടാക്കി. അത് സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു സംഭവം മനസ്സിലായില്ലേ? ഒരു പവർ റെയിൽ പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, അതുപോലെ സിഗ്നൽ ഇൻപുട്ട് എവിടെയൊക്കെ എങ്ങനെ സ്പ്ലിറ്റ് ആവണം,
അത് ഈ മിക്സർ കണ്ടില്ലേ, ആ മിക്സറിൽ ചെയ്യുന്ന അതേ രീതി നമുക്ക് ഈ ഇതിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയാണോ ഈ ബഫർ ആമ്പ് അതായത് ഓപ്പ് ആമ്പ് വേണ്ടത് അതുപോലെ ചെയ്തെടുക്കുക. സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലെവലാണ്. നമ്മളിപ്പോൾ ഒരു 5 സർക്യൂട്ട് ജോയിൻ ചെയ്താൽ 5 സർക്യൂട്ട് അല്ല അവിടെ ഉണ്ടാവുക, അത് ഒറ്റ സർക്യൂട്ടായി മാറും. അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് സ്റ്റീരിയോ 5.1 7.1 ഒക്കെ ആവുന്നു. നിങ്ങൾക്കിപ്പോൾ 2 ആവശ്യമുള്ള വെച്ചാൽ 100 ഉണ്ടാക്കിയാൽ മതി. അത്ര ഒന്ന് വൃത്തിയാക്കി നല്ല ഡീറ്റെയിൽ ആക്കി എന്താ പറയുക, ഇപ്പോൾ ഒരു സൂപ്പർ ആക്കാമെന്ന് വെച്ചാൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക, ഒന്ന് വരച്ചൊക്കെ നോക്കി ചെയ്യുക. അടുത്ത കമൻറ്റ് സാദി എന്ന ആളുടെയാണ്. വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് കണ്ടിട്ടും റിപ്ലൈ ഇല്ല, പുള്ളിക്ക് മറുപടി ബുദ്ധിമുട്ടാ തോന്നുന്നു. യൂട്യൂബ് മാത്രം ഉള്ളൂ ഈ ഡീസൻറ്റ്. നമ്മൾ എത്ര ആളുകൾ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ അടക്കം എല്ലാ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് റിപ്ലൈ കിട്ടാതിരുന്നുണ്ട്, അപൂർവം പേർക്ക് റിപ്ലൈ കിട്ടാതിരുന്നുണ്ടാവും. അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 15 ദിവസത്തിലേറെ പനി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു മരിച്ചു പോകുന്നത്. അത്രയ്ക്കും ഹാർഡായിരുന്നു. അതായത് നിൽക്കാൻ വയ്യ, കാലൊക്കെ വിറച്ച് താഴെ കുമ്പിടാൻ വയ്യ, ഫുള്ള് വെയിറ്റ് തൂങ്ങി, തലക്ക് വേദന, കണ്ണിന് വേദന, ശ്വാസം വലിക്കാൻ വയ്യ, മിണ്ടാൻ വയ്യ, അതുപോലെ കൈക്കൊന്നും പവറില്ല, മൊത്തം വിറ. വളരെ ഒരു പ്രത്യേക തരം വൃത്തികെട്ട പനി ആണ് വന്നത്. അത് വന്നിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ റിപ്ലൈകൾ കൊടുക്കുന്നുണ്ട്. കിട്ടിയവർക്കറിയാം, കിട്ടിയവരുണ്ടാവും, ഒരു തീർച്ചയായിട്ടും ഉണ്ട്. 3 മണിക്ക് വരെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. രാത്രി 3 മണി, ഞാൻ ഉറങ്ങുമ്പോൾ 3-3:30 ആവുന്ന സ്വാഭാവികമാണ്. അപ്പോൾ അത് പകൽ ടൈമിൽ ഒഴിവില്ലാത്തതുകൊണ്ട് ഈ രാത്രിയാണ് വാട്സപ്പ് റിപ്ലൈ, ഫേസ്ബുക്ക് റിപ്ലൈ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പനി വന്ന ടൈമിൽ കണ്ടിട്ടില്ലായിരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ റിപ്പീറ്റ് ആ മെസ്സേജിൽ ഒന്നുകൂടെ ഒന്നൊരു ഹായ് അയയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് ഒന്നുകൂടി കണ്ടോ, ഈ മെസ്സേജ് ഞാൻ അയച്ചിരുന്നു, കുറച്ച് ദിവസം മുമ്പ് അയച്ചിരുന്നോ, അല്ലെങ്കിൽ ഒരു ഹായ് നോട്ടാ, രണ്ടാമത് റിപ്പീറ്റഡ് ഇപ്പോൾ ഇന്ന്. അപ്പോൾ ഞാൻ ഇന്ന് കാണും ഒരു 200 മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്യാനുള്ള ടൈം നിങ്ങൾ ഏകദേശം ഊഹിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്യും. എന്തായാലും ഒരു 24 hours നിങ്ങൾക്ക് റിപ്ലൈ ഞാൻ തരും. അടുത്ത കമൻറ്റ് റാംബോ ടെക് എന്ന ചാനലിൻ്റെയാണ്. മിനി ടെസ്ല കോയിലിന് വേണ്ടി ഒരു C1815 ട്രാൻസ്ഫറും കൊണ്ട് ഒരു സർക്യൂട്ട് ചെയ്യാമോ പ്ലീസ്? മിനി ടെസ്ല കോയിൽ ഭയങ്കര രസമാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു സ്പാർക്കിംഗ്, മറ്റേ നമ്മളെ ഇലക്ട്രിക് സ്പാർക്കിംഗ് ഉള്ള ഒരു മ്യൂസിക് ഉണ്ടാക്കിയിട്ടൊരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര അധികം റീച്ച് പോയില്ല, അത് ആളുകൾ തിരിച്ചറിഞ്ഞില്ല. കാരണം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് നിലയ്ക്ക് ചെയ്തതാണ്. നമ്മുടെ TV LOT വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് സെറ്റപ്പ് ആവാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ അതേപോലെയാണ് ടെസ്ല കോയിൽ എന്ന് പറഞ്ഞാൽ വേറെ സംഭവമാണ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളും ശാസ്ത്രീയ വശമൊക്കെ പറയാനുണ്ട്, എന്നാലേ അത് മനസ്സിലാവും. അത് 1815 ട്രാൻസ്ഫർ വെച്ചിട്ട് ഒരു സർക്യൂട്ട് ചെയ്യാമോ എന്ന് ചോദിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ ആ മിനി ടെസ്ല കോയിലിൻ്റെ ഒരു കിറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഷോർട്സിന് വേണ്ടിയിട്ട്, ഹോബി സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിലൂടെ മ്യൂസിക്കൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സക്സസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ C1815 വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റും ചെയ്യാം. അടുത്ത കണ്ട് അഭിരാം U എന്ന ആളുടെയാണ്. ചേട്ടാ, ട്രാൻസ്ഫോമർ കണ്ടിന്യൂസ്ലി ഡാമേജ് ആവുന്നു, റീസൺ എന്തായിരിക്കും? ട്രാൻസ്ഫോമർ കണ്ടിന്യൂസ്ലി ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് വില കുറവുള്ള ട്രാൻസ്ഫോമർ ലോക്കലാണ്, അതിന് ലോഡ് എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പ്രൈമറി അടിച്ചു പോവുക. അതാണ് കാരണം. അതല്ലെങ്കിൽ രണ്ടാമത് ഔട്ട്പുട്ടിൽ എവിടെയോ ഒരു ഷോർട്ട് ഉണ്ട്. അത് മാസ് ഷോർട്ടല്ല, അതായത് ഡയറക്റ്റ് ഷോർട്ടല്ല, അത് ലീക്കേജ് ഷോർട്ട്. അതായത് കുറച്ച് സമയം കൊണ്ട് അതിങ്ങനെ ഡ്രെയിൻ ചെയ്ത് ആംബിയർ ഡ്രെയിൻ ചെയ്ത് പ്രൈമറി ഹീറ്റ് ആവുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പോകും. അപ്പോൾ ഏത് തരത്തിലാണ് പോകണമെന്ന് നോക്കിയിട്ട് അത് ആദ്യം കണ്ടുപിടിക്കുക, ഏത് വൈക്കാണ് പോകണമെന്നുള്ളത്. എന്നിട്ട് ക്ലിയർ ചെയ്താൽ ട്രാൻസ്ഫോമർ നിൽക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ 10 കമൻസ് ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അത് വായിച്ചു കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മൺഡേ കമൻറ്റ് ബോക്സ് ഇട്ടില്ലായിരുന്നു. പനീൻ്റെ ഒക്കെ പ്രശ്നം കാരണമാണ് കഴിഞ്ഞ മൺഡേ കമൻറ്റ് ബോക്സ് ഇടാൻ. അപ്പോൾ ഇനി മാക്സിമം ഇടാൻ നോക്കാം നമുക്ക്. അതായത് ചിലപ്പോൾ വല്ല തിരക്കോ മറ്റോ വരുമ്പോൾ മാത്രമേ അത് ഡിലേ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്തില്ലേ, TV പൊളിച്ചിട്ട് എക്കോ റേക്കി കണ്ടു നോക്കിയേ.